ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ സ്ലൈസ് ചെയ്ത് വെച്ച 3 സവാളയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. സവാള പെട്ടെന്ന് വഴണ്ടി വരാനായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 10 അല്ലി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി 2 തക്കാളിയും 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി വഴണ്ടി വരുമ്പോൾ അതിലേക്കുള്ള പൊടികളാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല. പൊടികളുടെ പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇവിടെ പൊടികളുടെ പച്ചമണമെല്ലാം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്കുള്ള ചിക്കനും കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉരുളൻകിഴങ്ങ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ചിക്കൻ ഫ്രൈയിലേക്കുള്ള മസാല തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പ്, ചപ്പ്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 3/4 ടേബിൾ സ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സിയിൽ പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. ഇനി ഇത് ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആകുമ്പോൾ തിരിച്ചിട്ട് മറ്റേ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ആയിട്ട് എടുക്കാം. ഇത് പുറമേ നല്ല ക്രിസ്പി ആണെങ്കിലും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. ഇനി ചിക്കൻ ഫ്രൈ തയ്യാറാക്കുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയുക. താങ്ക് യു.